അള്ളാഹുവിൻ്റെ അൽ-അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മാണ് അഹദ് എന്നത്. ഒരുവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധ ഖുർആനിൽ ഒരു തവണയാണ് ഇത് വന്നത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 13 ആണ്. വാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പങ്കുകാരില്ല, കിടപിടിക്കുന്നവരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നതുപോലെ അഹദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സാദൃശ്യമായവൻ ഇല്ല, തുല്യനായവൻ ഇല്ല എന്നാണ്. ഒരു കുട്ടി അതിൻ്റെ ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ജനിച്ച് ഉണ്ടാകുന്നത് പോലെ അള്ളാഹു മറ്റൊന്നിൽ നിന്ന് ജനിച്ചുണ്ടായതല്ല. ഒരു ഉമ്മയും ബാപ്പയും ഒരു കുട്ടിയെ ജനിപ്പിച്ചുണ്ടാക്കുന്നത് പോലെ അള്ളാഹു മറ്റൊന്നിനെ ജനിപ്പിച്ചുണ്ടാക്കിയിട്ടും ഇല്ല. അള്ളാഹു അവൻ്റെ വഹദാനിയത്തിൽ ഒരുവനാണ്. ഒരു നിലക്കുള്ള പകർച്ചയാകലിനെയും അള്ളാഹു സ്വീകരിക്കുകയില്ല, മറ്റൊന്നിനോട് സാദൃശ്യമാകലിനെയും അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. പരിശുദ്ധമായ ദാത്തുകൊണ്ടും അർത്ഥം കൊണ്ടും എല്ലാം ഏകനാണ് അള്ളാഹു തആല. അള്ളാഹു വാഹിദും അഹദുമാണ്. അള്ളാഹുവിന് ഒരു സ്വാഹിബത്ത്, ഒരു പങ്കാളി ഇല്ല, സന്താനം ഇല്ല. സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൃഷ്ടിയെ അള്ളാഹു വലതാക്കുക, കുട്ടിയാക്കുക എന്നതിനെ തൊട്ട് അള്ളാഹു പരിശുദ്ധവാനാണ്. ലോകത്തൊരു വസ്തുവും അള്ളാഹുവിനോട് സാദൃശ്യമാവുകയില്ല. ജനിച്ചുണ്ടാകുന്ന വസ്തുക്കളൊക്കെ പുതുതായി ഉണ്ടാകുന്ന വസ്തുക്കളാണ്. എന്നാൽ അള്ളാഹു ഖദീമാണ്. ഇല്ലായ്മ എന്ന ഒരവസ്ഥ അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇല്ലായ്മ എന്ന ഒരവസ്ഥ അള്ളാഹുവിന് മുൻകടന്നിട്ടില്ല. ഈ രൂപത്തിലൊക്കെ അഹദ് എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. വഹദ എന്നതിൽ നിന്നാണ് തൗഹീദ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ, ഏകത്വത്തെ ഉറപ്പിക്കുക എന്നാണ് വഹദ എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് അഹദ് എന്ന തിരിച്ചറിവിലേക്ക് എത്തിയാൽ തീർച്ചയായും ഈ കാണുന്ന പ്രപഞ്ചങ്ങളിലെ ഒരു വസ്തുവിനും അവൻ്റെ അടുക്കൽ ഒരു ബന്ധവും അവശേഷിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ആ ഒരു അഹദീയത്തിനെ വേണ്ട രൂപത്തിൽ ഒരുത്തൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാകലിലും ഇല്ലാതിരിക്കലിലും ഒന്നും അവന് ഒരു വ്യത്യാസവും അല്ലെങ്കിൽ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. കാരണം ഈ പ്രപഞ്ചങ്ങൾ മുഴുവനും സ്വന്തമായി നിലനിൽപ്പില്ലാത്തതാണ്. അള്ളാഹു സ്ഥിരപ്പെടുത്തിയപ്പോൾ സ്ഥിരപ്പെട്ടതാണ്. ഓരോ അറിവിനെയും സൂഫിയാക്കളായ പണ്ഡിതന്മാർ 3 രൂപത്തിൽ ഇനം തിരിക്കുന്നത് നമുക്ക് കാണാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ തീയ് ചൂടുള്ളതാണ് എന്ന് നമുക്ക് അറിയാം. ആ അറിവ് ഇൽമുൽ യഖീന് എന്നാണ് പറയുക. തീയിനെ നാം അടുത്ത് ചെന്ന് കാണുമ്പോൾ
അത് ഐനുൽ യഖീന് എന്നും, തീയിലേക്ക് നമ്മളുടെ കൈയിട്ടുകൊണ്ട് ആ തീയിനെ അനുഭവിക്കുമ്പോൾ അതിന് ഹക്കുൽ യഖീന് എന്നും പറയും. ഇതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ബസീറത്ത് എന്ന ഉൾക്കാഴ്ച, ആ ഉൾക്കാഴ്ചയുടെ അറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഉൾക്കാഴ്ച കൊണ്ടുള്ള ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു നിന്നോട് അങ്ങേയറ്റം അടുത്തവനാണ് എന്ന് നിനക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി ആത്മീയമായി ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ പിന്നെ അവിടെ നീ ഇല്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ആ ഒരു ബോധതലത്തിലേക്ക് നിനക്ക് എത്താൻ കഴിയും. ഇനി ഹക്കുൽ ബസീറത്ത്, ഉൾക്കാഴ്ചയുടെ അങ്ങേയറ്റം എത്തുന്ന തലത്തിലേക്ക് അവൻ ആത്മീയമായി ഉയർന്നു കഴിഞ്ഞാൽ അവന് പിന്നെ അള്ളാഹുവിനെ മാത്രമേ ദർശിക്കാൻ കഴിയൂ. നീ ഉണ്ട് എന്നും നീ ഇല്ല എന്നും നിനക്ക് കാണാൻ കഴിയില്ല. നിനക്ക് അള്ളാഹുവിനെ മാത്രമേ കാണാൻ കഴിയൂ. ആ ഒരു തലത്തിലേക്ക് നീ എത്തുന്നതാണ്. മഹത്തുക്കളായ സൂഫിയാക്കൾ ഈ രൂപത്തിൽ ഇതിനെ വിശദീകരിക്കുന്നത് കാണാം. അഹദ് എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മറ്റു സർവ്വ വസ്തുക്കളെയും നീ മറന്നു പോവുക. അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഓർക്കൽ കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ മുഴുകൽ കൊണ്ട് മറ്റുള്ള സർവ്വകാര്യങ്ങളെയും നീ മറന്നു പോവുക. ചില മുൻഗാമികളായ ആളുകളുടെ ജീവിതത്തിൽ അവരുടെ നിസ്കാരത്തെ സംബന്ധിച്ചൊക്കെയുള്ള ചില ചരിത്രങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. ചില മഹത്തുക്കൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, നിസ്കാരം എന്നത് അള്ളാഹുവിലേക്കുള്ള മിഅ്റാജാണ്. അള്ളാഹുവുമായിട്ട് അങ്ങേയറ്റം ബന്ധം പുലർത്തി ഹൃദയത്തിലും ശരീരങ്ങളിലെ അവയവങ്ങളിലുമൊക്കെ ആനന്ദവും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണല്ലോ. ആ നിസ്കാരത്തിൽ മുഴുകിയ സമയത്ത് വീടിൻ്റെ തട്ടിൻ മുകളിൽ നിന്ന് വലിയതായിരിക്കുന്ന ഒരു സർപ്പം താഴോട്ട് ചാടുകയും ആ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടിയെ ആ സർപ്പം ചുറ്റുകയും അവിടെയുണ്ടായിരുന്ന സർവ്വ സ്ത്രീകളും നിലവിളിക്കുകയും അയൽപ്പക്കത്തുണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടി ആ പാമ്പിനെ എങ്ങനെയൊക്കെയോ കൊന്നുകളയുകയും, ഇതൊന്നും അറിയാത്ത നിലയിൽ നിസ്കാരത്തിൽ മുഴുകി സലാം വീട്ടിയപ്പോൾ എന്താണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയത് എന്ന് അന്വേഷിച്ച ചില മഹത്തുക്കളുടെ ചരിത്രങ്ങളൊക്കെ കിതാബുകളിൽ കാണാൻ കഴിയും. നാമൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരു ചെറിയ കൊതുക് നമ്മുടെ സമീപത്തുകൂടെ പറന്നാൽ വരെ നമ്മൾ അതിനെ അറിയുന്നു. തീർച്ചയായും അത് ഈ അഹദ് എന്ന ഇസ്മുമായിട്ട് ബന്ധം കുറയുന്നതിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്നതാണ്. അഹദ് എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? മഹത്തുക്കൾ പഠിപ്പിച്ചു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നീ തനിക്കുക. അള്ളാഹുവിൻ്റെ അടിമത്വം, ആ അടിമത്വത്തിൻ്റെ വിഷയത്തിൽ നീ തനിക്കുക. മറ്റുള്ള ജോലികളെ തൊട്ടും മറ്റുള്ള ആഗ്രഹങ്ങളെ തൊട്ടുമൊക്കെ തനിച്ച രൂപത്തിലുള്ള ഇബാദത്താണ് നിന്നിൽ ഉണ്ടാകേണ്ടത്. മറ്റുള്ളവർ കാണട്ടെ എന്ന ചിന്ത, റിയാഇൻ്റെ ചിന്ത, ലോകമാന്യത്തിൻ്റെ ചിന്ത നിന്നിൽ വരൽ തീർച്ചയായും ഇബാദത്തിൽ നീ തനിക്കാത്തതിൻ്റെ അടയാളമാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തഖ്വയുടെയും ഗുണത്തിൻ്റെയും വിഷയത്തിൽ
നിന്നോട് തുല്യന്മാർ ഇല്ലാത്ത രൂപത്തിൽ നീ വലിയ തഖ്വയുടെയും ഗുണത്തിൻ്റെയും ആളായി മാറുക. എല്ലാ ഖൈറായ കാര്യങ്ങളും എല്ലാ നന്മയായി കിടക്കുന്ന കാര്യങ്ങളും നിന്നിലുണ്ടാവുക. ജനങ്ങളൊക്കെ നിന്നിലുള്ള നന്മകളിൽ ഗിബ്തത്ത് ഉള്ളവരാകണം, അഥവാ നിന്നിലുള്ള നന്മകൾ ഞങ്ങളിലും ഉണ്ടാകണമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നീ ഉയരണം. ഇനി ഇവിടെ നാം അഹദ് എന്ന ഇസ്മിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ജമാലിയത്താണ് അഹദ് എന്നത്. സൂറത്തുൽ ഇഖ്ലാസ്, ആ സൂറത്തിന് സൂറത്തുൽ ജമാല് എന്ന് പേരുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ ജമാലിയത്തിനെ, അഴകിനെയാണ് ആ സൂറത്തിലൂടെ പ്രതിപാദിക്കുന്നത്. 5 വിശേഷണങ്ങളാണ് അതിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചത്. അള്ളാഹു അഹദാണ്, സ്വമദാണ്, ലം യലിദാണ്, ലം യൂലദാണ്, ലം യകുൻ ലഹു കുഫുവൻ അഹദാണ്. ഇത് അള്ളാഹുവിൻ്റെ ജമാലിയത്താണ്. അള്ളാഹു ജമീലാണ്, ജമാലിയത്തുള്ളവനാണ്. യുഹിബുൽ ജമാല, ജമാലിനെ, ഭംഗിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന ആ ഹദീസിൻ്റെ ഒരു അർത്ഥതലം ഇങ്ങനെയാണ്. അള്ളാഹു സൂറത്തുൽ ഇഖ്ലാസിൽ പ്രതിപാദിക്കപ്പെട്ട രൂപത്തിലാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹുവിൻ്റെ അഴകാണത്. ആ അഴകിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മഹാന്മാരൊക്കെ പറയുന്നത് കാണാം, സൂറത്തുൽ ഇഖ്ലാസിൽ അഹദ്, സ്വമദ് പോലെയുള്ള അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ മേലിൽ അറിയിക്കുന്ന വിശേഷണങ്ങൾ പറയപ്പെടുന്നത് കൊണ്ട് തന്നെ ആ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഒരുത്തൻ പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായും അവൻ്റെ റൂഹിന് ജമാലിയത്ത് കൂടും, ഭംഗി കൂടുമെന്നാണ്. ശരീരത്തിന് മാത്രമല്ല ഭംഗി ഉണ്ടാകൽ, റൂഹിനും ഭംഗി ഉണ്ടാകും. റൂഹ് ഭംഗിയാകാനുള്ള, മൊഞ്ചാകാനുള്ള നല്ലൊരു ഉപാധിയാണ് സൂറത്തുൽ ഇഖ്ലാസിനെ ധാരാളമായി ഓതൽ. അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി തങ്ങളോട് പറഞ്ഞത്, നബിയെ, അദ്ദേഹം ഭൂമി ലോകത്ത് പ്രസിദ്ധനായതിനേക്കാൾ കൂടുതൽ ആകാശലോകത്ത് പ്രസിദ്ധനാണ്. കാരണം അദ്ദേഹം എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്ന ആളാണ്. സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ വിനയാന്വിതനായി ജീവിക്കുന്നവനുമാണ്. മറ്റു പല സ്വഹാബികളുടെ ചരിത്രത്തിലും ഇതുപോലെയുള്ള വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഇഖ്ലാസിനെ പതിവാക്കൽ വളരെ നല്ലതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ അടിമകളുടെ മേലിൽ നിർബന്ധമായ കാര്യങ്ങളാണ് അവൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും ചിന്തകളും വിശ്വാസങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ അഹദിയത്തുമായിട്ട് ബന്ധപ്പെട്ട് തൗഹീദിൻ്റെ ആ ഒരു അവസ്ഥയിൽ ആവുക എന്നത്. സർവപരിപൂർണതകളെ കൊണ്ടും ഏകനായ ഒരുവനാണ് അള്ളാഹു. അഹദ് എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്താണ് എന്നൊക്കെ ഈ ഇസ്മു സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ധാരാളം ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തി ഉന്നതി കൈവരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഇസ്മിൻ്റെ പ്രത്യേകതകളായി മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്നു. ഇതിൻ്റെ അബിജദീയത്ത് പ്രകാരം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി നീ ഇസ്മു ചൊല്ലുമ്പോൾ തീർച്ചയായും ഖുദ്റത്തിൻ്റെ ഒരു ലോകം നിന്റെ മേൽ ഉണ്ടാകും, വെളിവാകും എന്നാണ്. പല അത്ഭുതകരമായ കാര്യങ്ങളും നിന്നിലുണ്ടാകും. സന്തോഷവും
സമാധാനവും നിനക്ക് ലഭിക്കും. വലിയ ആനന്ദമുള്ള മേഖലകളിലേക്ക് നിനക്ക് എത്താൻ കഴിയും. ഇതൊക്കെ ഈ ഇസ്മിൻ്റെ പ്രത്യേകതകളാണ്. ഈ ഇസ്മിൻ്റെ അബ്ജദിയത്ത് 13. ഞായറാഴ്ച എന്നതിന് അറബിയിൽ അഹദ് എന്നാണ് പറയാറുള്ളത്. യൗമുൽ അഹദ്, ഞായറാഴ്ചയുടെ അതത് 13. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ ഇത് കൂടുതലായി ചൊല്ലണമെന്നും മഹത്തുക്കൾ പറയുന്നത് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.